നരകത്തിലേക്ക് പോകുമ്പോ എന്റെ മക്കളെ മുഖം എനിക്ക് കാണേണ്ട വരുമല്ലോ. നിഷ്കളങ്കനായ എന്റെ ഭർത്താവിന്റെ മുഖം എനിക്ക് കാണേണ്ട വരുമല്ലോ. പാവപ്പെട്ട എന്റെ ഭാര്യയുടെ മുമ്പിൽ ഞാൻ മാനം കെടുമല്ലോ. എന്റെ ഉസ്താദിന്റെ മുമ്പിൽ മാനം കെടുമല്ലോ. എന്റെ ഉപ്പ എന്നെ കുറിച്ച് വിചാരിച്ചത് നീ ഏറ്റവും നല്ല മോനാണെന്നാണ്. എന്റെ ഉമ്മക്ക് എന്നെ കുറിച്ച് പറയാൻ 1000 നാവായിരുന്നു. ആ ഉമ്മാന്റെ മുമ്പില്, ആ ഉപ്പാന്റെ മുമ്പില്, എന്നെ കൈപിടിച്ച് ചുംബിച്ചവരെ മുമ്പില്, എന്നെ സ്വീകരിച്ചവരെ മുമ്പില് ഞാൻ ഒരിയാനായി, നഗ്നനായി, നിന്യനായി, നികൃഷ്ടനായി ഞാൻ നരകത്തിന്റെ ആഴങ്ങളിലേക്ക് പോകേണ്ടി വരുമല്ലോ. ഇല്ലല്ലോ, ഇനി ഞാൻ അങ്ങനെ ചെയ്യൂലല്ലോ. ഇങ്ങനെ കനമോർത്ത് കരഞ്ഞ് 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 തൗബ ചെയ്തവനാണോ കമല്ലാദംബല. പിന്നെ അവൻ ആ തെറ്റ് ചെയ്യാത്തവനെ പോലെയാണ്. പിന്നീട് ആ തെറ്റ് ആവർത്തിക്കുന്നുണ്ടോ? നീയും അല്ലാഹുമായി വലിയ ദൂരത്താണ്, ഞാനും എന്റെ റബ്ബുമായി അകന്നു പോയിട്ടുണ്ട്. എനിക്ക് തൗബയ പോലും അതാ റബ്ബ് സ്വീകരിക്കുമെന്ന ആശ വേണ്ട. അതല്ലേ ഏത് തെമ്മാടിക്കും അല്ലാഹു തആല പൊറുത്തു കൊടുക്കുന്ന രാവാണ് ലൈലത്തുൽ ഖദർ. ആ ലൈലത്തുൽ ഖദറിൽ പോലും മുദ്മിനുൽ ഖംരി മുസിറുൻ അലസ്സിനാ. ഹദീസിൽ കാണാം, മുദ്മിനുൽ ഖംർ, ലഹരിക്ക് അടിമപ്പെട്ടു പോയവൻ, അവനിക്ക് മാപ്പില്ല കേട്ടോ. ലൈലത്തുൽ ഖദറിൽ മാപ്പില്ല. മുസിറുൻ അലസ്സിനാ. എത്ര വഅദ് പറഞ്ഞു, എത്ര വഅദ് കേട്ടു, എന്നിട്ടും ഹറാമിൽ പെട്ടുപോയില്ലേ? വ്യഭിചാരത്തിന്റെ ഗൗരവം അറിയാതെ പെട്ടുപോയില്ലേ? വീണ്ടും വീണ്ടും അതിലേക്ക് തന്നെ പ്രേരിപ്പിക്കുകയല്ലേ? യാ അല്ലാഹ്, എന്തൊക്കെയാണ് ഈ കേരളത്തിൽ, ഈ രാജ്യത്ത്, ഈ ലോകത്ത് ഇന്ന് നമ്മൾ കേൾക്കേണ്ടി വരുന്നത്. അല്ലാഹ് സ്വന്തം ഭാര്യയെ മറ്റുള്ളവർക്ക് വ്യഭിചരിക്കാൻ അവസരമുണ്ടാക്കി കൊടുക്കുന്നു. എന്നിട്ട് ആ ഭാര്യയുമായി വലിയ സ്നേഹത്തിലാണെന്ന് അവകാശപ്പെടുന്നു. അവൾ ആഗ്രഹം തീർത്തു കൊടുക്കുന്നു. മഅദല്ലാഹ്, ഇത് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരേറ്റവും വലിയ ദുരന്തമല്ലയോ? പുതിയ ജനറേഷന്റെ, അതേ പുതിയ പുതിയ ട്രെൻഡിന്റെ പിന്നാലെ നമ്മുടെ ഉമ്മമാര്, ഉപ്പമാര്, ചെറുപ്പക്കാര് നീങ്ങുന്ന കാലമാണ്. അങ്ങേയറ്റത്തെ ഫ്രണ്ട്ഷിപ്പിന്റെ പേരില്, സുഹൃത്തുക്കളായതിന്റെ പേരില് അതാ വ്യഭിചരിക്കാൻ അവസരമുണ്ടാക്കി കൊടുക്കുന്നു. മറ്റുള്ള സഹോദരിമാരെ വേശ്യാവൃത്തിയിലേക്ക് കൊണ്ടുപോകുന്നു. സുബ്ഹാനല്ലാഹ്, ദീനിന്റെ പേര് പറഞ്ഞ് നടക്കുന്നവരെ പോലും ഈ പേക്കൂത്ത് കാണിക്കുന്നു എന്ന് പറയുമ്പോ ഈ ദുനിയാവ് നിലനിൽക്കുമോ? ഈ ദുനിയാവിൽ ഇനി എന്തെല്ലാം ദുരന്തങ്ങളാണ് കാണേണ്ടി വരിക? അല്ലാഹ് ഓർത്തോ കൂട്ടുകാരാ, വ്യഭിചാരം ചെയ്യുന്നവന് മാത്രമല്ല, ആ വ്യഭിചാരത്തിന് കൂട്ടുനിൽക്കുന്നവന്, ആ വ്യഭിചാരത്തിന് അവസരമുണ്ടാക്കി കൊടുക്കുന്നവന്, അതിന് നമ്പർ കൈമാറി കൊടുക്കുന്നവന്, അതിന് വീട് ഒരുക്കി കൊടുക്കുന്നവന്, അതിന് റൂം സൗകര്യം ചെയ്തു കൊടുക്കുന്നവന്, അതിന് ആവശ്യമായ മേഖലകൾ ഉണ്ടാക്കി കൊടുക്കുന്നവന്, അതിന് പണം ഉണ്ടാക്കി കൊടുക്കുന്നവന്, എല്ലാവരെയും അല്ലാഹു ശപിച്ചിട്ടുണ്ട്. ഹബീബായ തങ്ങൾ ശപിച്ചിട്ടുണ്ട്. മലക്കുകൾ ശപിച്ചിട്ടുണ്ട്. അവർ അല്ലാഹുവുമായി ബന്ധമില്ലാത്തവരാണ്. ലൈലത്തുൽ ഖദറിൽ പോലും മുസിറുൻ അലസ്സിനാ, ഈ വ്യഭിചാരത്തിൽ ഉറച്ചു നിൽക്കുന്നവന് തൗബയില്ല. ജിബ്രീൽ
ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ മുസാഫഹത്ത് കിട്ടൂല, ഒരൊറ്റ മലക്കും നോക്കൂല. ഒരു മശായിഖമാരും ഒരു അഹ്ലു ബൈത്തും ഒരു ആലിമും നിന്റെ ഖൽബിൽ കയറ്റൂല. എല്ലാ നിലക്കും ദൂരപ്പെട്ടു പോയവനായിരിക്കും, ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലേക്ക് തള്ളപ്പെടുന്നവനായിരിക്കും. വ്യഭിചാരത്തിലൂടെ ഉണ്ടാകുന്ന പണമുണ്ടല്ലോ, അത് നിന്റെ മക്കൾക്ക് ഉപകരിക്കൂല, നിനക്ക് ഉപകരിക്കൂല, അത് നിന്റെ നാശത്തിലേ തീരൂ. നീ ഏത് രൂപത്തിലുള്ള ഐഡിയ ഉണ്ടാക്കിയിട്ടോ നിന്റെ ബിസിനസ് നീ പൊളിക്കാമെന്ന് വിചാരിച്ച ഇല്ല ഇല്ല, അത് നിന്നെയോ നിന്റെ കുടുംബത്തെയും കൊണ്ടേ പോകൂ. തെറ്റിന്റെ ഗൗരവം മനസ്സിലാക്കണം. തെറ്റിനെ നിസാരമായി കാണുന്നവന്റെ പേര് മുഅ്മിന് എന്നല്ല, അവന്റെ പേര് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങൾ പറയാണ്, അവന്റെ പേര് ഫാജിർ എന്നാണ്. വഇന്നൽ ഫാജിറ യറാ ദുനൂബഹു കദുബാബിൻ മറ അലാ അൻഫിഹി. ഒരു തെമ്മാടിയായ ആണും പെണ്ണും, തെമ്മാടിച്ചിയായ പെണ്ണ്, അവള് വ്യഭിചാരം ചെയ്യുന്നുണ്ട്, അന്യപുരുഷനോട് ചാറ്റുന്നുണ്ട്, വീഡിയോ കോളിൽ സംസാരിക്കുന്നുണ്ട്, അതാ ലാസ്റ്റ് സീന് കാണാത്ത പോലെ ആക്കി വെച്ചിട്ടുണ്ട്, പല തോന്നിവാസങ്ങളും അടവുകളും നടത്തുന്നുണ്ട്, ഭർത്താവിൽ നിന്ന് മറിഞ്ഞു നിൽക്കുന്നുണ്ട്, നാട്ടുകാർക്കിടയിൽ സലാത്തിന്റെ കൗണ്ടറും പിടിച്ച് സലാത്ത് ചെല്ലുന്നവരാണെന്ന് പറയുന്നുണ്ട്. ഇല്ല ഇല്ല, ആ തെറ്റുകൾക്കൊരു ഈച്ചന്റെ വില പോലും നൽകുന്നില്ല. അൽഹംദുലില്ലാഹ്, ആദരണീയരായ സയ്യിദ് അവറുകൾ നമ്മുടെ സ്റ്റേജിലേക്ക് കടന്നു വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു